വർഷം 2021. വർഷങ്ങളായി നിരാശരായ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ദൈവമൊരു അദ്ഭുത മനുഷ്യനെ തന്നു. പേര് അൽവാരോ വാസ്കസ്. അതുവരെ നമുക്ക് കിട്ടാത്ത ഒരു തരം കളിക്കാരൻ. ആ ഒരു സീസൺ അയാൾക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും മറക്കാൻ കഴിയാത്ത ഒരു സീസൺ ആയിരുന്നു. തുടർ തോൽവികളിൽ നിരാശരായ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സീസൺ. എന്നാൽ ആ ഒരൊറ്റ സീസൺ കൊണ്ട് ആരാധക മനസ്സ് കവർന്ന അദ്ദേഹം നമ്മളെ വിട്ടുപോയി. എന്നാൽ അയാൾ ഒഴിച്ചിട്ട് പോയ ആ സിംഹാസനത്തിന് പുതിയ ഒരു അവകാശിയെ തേടി ബ്ലാസ്റ്റേഴ്സ് അലഞ്ഞു. പല വമ്പൻ പേരുകളും സാമൂഹിക മാധ്യമങ്ങളിൽ ആകെ പരന്നു. പതിവ് പോലെ തന്നെ റൂമറുകൾ കുമിഞ്ഞുകൂടി. എന്നാൽ എല്ലാ റൂമറുകളെയും കാറ്റിൽ പറത്തി അങ്ങ് ഗ്രീക്കിൽ നിന്നും ശാപമോക്ഷങ്ങളുടെ കെട്ടുകഥകൾ പൊളിച്ചെഴുതാൻ അവനെ ഇങ്ങ് കലൂരിലേക്ക് ബ്ലാസ്റ്റേഴ്സ് സ്വാഗതം ചെയ്തു. പേര് ദിമാത്രിയോസ് ഡിയമന്റക്കോസ്. ആ ഒരൊറ്റ നാമം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സ് ടീമിനാകെ ഒരു പുത്തൻ ഉണർവാണ് നൽകിയത്. അയാളുടെ കാൽപാദങ്ങൾ പതിഞ്ഞതു മുതൽ പല കെട്ടുകഥകളും പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. പല വൻമതിലുകളും വിള്ളൽ വീഴാൻ തുടങ്ങി. പതിയെ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും മനസ്സിൽ മന്ത്രിക്കാൻ തുടങ്ങി. ഒരു സമ്മർദ്ദത്തിലും അടിപതറാത്ത ഒരുവൻ നമുക്കും ഉണ്ടെന്ന്. ദ ഗ്രേറ്റ് ഗ്ലാഡിയേറ്റർ. ആ ഗ്രീക്ക് ദേവൻ നമ്മുടെ മണ്ണിൽ കാൽ കുത്തിയതു മുതൽ പല കേട്ടുകഥകളും യാഥാർത്ഥ്യമാകാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രവും ആ ചരിത്രത്തിൻ്റെ രചയിതാവ് അയാളുമായി മാറുന്നതാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കൺകുളിർക്കെ കണ്ടത്. കാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും അതിൽ ഒത്തിരി അഭിമാനിക്കുകയും ചെയ്യുന്നു. അയാൾ കളത്തിലുള്ള അത്രയും സമയം നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസമാണ് ഉള്ളിൽ. അത് വെറുതെയില്ലെന്ന് അയാൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോറായി എത്തി നിൽക്കുന്നതും. ഇനി എത്ര കാലം വരെ അയാളുടെ സേവനം നമുക്ക് ലഭിക്കും എന്നറിയില്ല. എന്നിരുന്നാലും ഉള്ള കാലം അത്രയും നമ്മൾ ആഘോഷിക്കുക, ആസ്വദിക്കുക. പ്രിയ ആരാധകരെ, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ അയാൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ടീം കിക്ക് ഓഫ്.